ബൈബിളിൽ വളരെ മനോഹരവും ഹൃദയസ്പർശിയായ ഒരു സംഭവം നാം കാണുന്നുണ്ട്. ഒരു മനുഷ്യൻ ആത്മഹത്യയുടെ വക്കിൽ നിന്നും ജീവിതത്തിലേക്ക് മടങ്ങി വരികയും അവനും അവന്റെ കുടുംബവും ഒരുപോലെ സന്തോഷത്തിലാകുന്ന ഒരു വ്യക്തിയുടെ കഥ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. സാഹചര്യം ഇതാണ്: പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ആയിരുന്നപ്പോൾ അവരൊന്നിച്ച് ദൈവത്തെ സ്തുതിക്കുകയും അവരുടെ ചങ്ങലകളെല്ലാം പൊട്ടി കാരാഗ്രഹത്തിന്റെ വാതിലുകളെല്ലാം തുറക്കപ്പെടുകയാണ്. അവിടെയുള്ള കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നപ്പോൾ കാണുന്ന കാഴ്ച, അദ്ദേഹത്തെ ആ രാജാവ് ഏൽപ്പിച്ച കുറ്റവാളികളോ ഒന്നും തന്നെ അവിടെ ഇല്ല. എല്ലാവരുടെയും അഴിഞ്ഞുകിടക്കുന്ന ചങ്ങലകളാണ് അദ്ദേഹം കാണുന്നത്. ഇത് കണ്ട് ഭയപ്പെടുന്ന ഈ കാരാഗ്രഹ പ്രമാണി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹം ഒരു സൗണ്ട് കേൾക്കുന്നു: നീ നിനക്ക് ദോഷമായതൊന്നും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ തന്നെയുണ്ട്. അദ്ദേഹത്തിന് ആശ്ചര്യമായി. കാരണം കുറച്ചു മുമ്പ് അദ്ദേഹം തന്നെ കണ്ട കാഴ്ചയാണ്. ഇവരെല്ലാം തടങ്കലിലായിരിക്കുന്നത്, ഇവരുടെ കൈകളിലെല്ലാം ചങ്ങലകളായിരിക്കുന്നത്. പക്ഷേ ആ ചങ്ങലകളും ആ വാതിലുകളും എല്ലാം തുറന്ന് ഇവരെല്ലാം സ്വതന്ത്രരായി മാറുകയാണ്. ആശ്ചര്യത്തോടെ ഈ കാരാഗ്രഹ പ്രമാണി ചോദിക്കുകയാണ്: രക്ഷ പ്രാപിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? അവർ പറയുന്നു: കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, അപ്പോൾ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ കാരാഗ്രഹ പ്രമാണിയോടും അദ്ദേഹത്തിന്റെ കുടുംബത്തോടും ഇവർ വചനം അറിയിക്കുന്നു. അവസാനം കഥ അവസാനിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: അവർ വീടടക്കം ആനന്ദിച്ചു. ഒരു വീട് മുഴുവൻ ആനന്ദിക്കുന്ന ഒരു വലിയ സന്തോഷത്തിലേക്ക് കഥ അവസാനിക്കുകയാണ്. ഈ കഥ എന്താണ് ശരിക്കും നമ്മളോട് പറയാനുള്ളത്? ഈ കാരാഗ്രഹ പ്രമാണി യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയല്ലേ? നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു വരാം. പ്രതിസന്ധികളും സ്ട്രെസ്സുകളും ഒരുപാട് ഇഷ്യൂസും പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വരാം. പക്ഷെ ഓർക്കുക, ദൈവത്തിന്റെ വചനം ഇറങ്ങി വന്നാൽ എത്ര വലിയ ഗർത്തമാണെങ്കിലും അതിൽ നിന്നും തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ വചനത്തിന് സാധിക്കും എന്ന് നമ്മൾ തിരിച്ചറിയുക തന്നെ വേണം. ഒരുപാട് പാഠങ്ങൾ ഈ ഒരു സംഭവം നമ്മളെ കാണിക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും നമ്മുടെ വീട്ടിൽ പറയുന്നൊരു കാര്യമുണ്ട്: എന്റെ ജീവിത പങ്കാളി കുറച്ചുകൂടെ കർത്താവിനെ അറിയുവാണെങ്കിൽ, എന്റെ മക്കള് കുറച്ചുകൂടെ ഒന്ന് പ്രാർത്ഥിക്കുവാണെന്നെങ്കിൽ, എന്റെ പേരൻസ് കുറച്ചുകൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുവാനെങ്കിൽ എന്റെ ജീവിതം കുറച്ചുകൂടെ, ഞങ്ങളുടെ ഭവനം കുറച്ചുകൂടെ സന്തോഷമാകുമെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. പക്ഷെ ഓർക്കുക, ഇവിടെ ഈ കാരാഗ്രഹ പ്രമാണിയാണ് ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്. അദ്ദേഹത്തിലൂടെ അദ്ദേഹത്തിന്റെ കുടുംബം മുഴുവൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. അവരുടെ കുടുംബം മുഴുവൻ ആനന്ദിക്കുകയാണ്. ഓർക്കുക, മറ്റൊരാള് ദൈവത്തെ അറിയാൻ വേണ്ടി, മറ്റൊരാള് നന്നാകാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കേണ്ട. നമ്മൾ നന്നായാൽ മതി. നമ്മൾ നന്നായാൽ, ഞാനെന്ന് പറഞ്ഞ വ്യക്തി നന്നായാൽ എന്റെ കുടുംബം മുഴുവൻ നന്നാകും. എന്റെ കുടുംബം മുഴുവൻ സന്തോഷത്തിലേക്ക് മാറുന്ന ഒരു വലിയ കാഴ്ച നമുക്കവിടെ കാണാൻ സാധിക്കും. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ വന്നാലും അവിടെ നിന്നും രക്ഷ പ്രാപിക്കണമെന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകണം. ഇവിടെ അദ്ദേഹം ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: രക്ഷ പ്രാപിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഈ ഒരു ചോദ്യം നമ്മൾ കർത്താവിനോട് ചോദിക്കണം. കർത്താവെ, എന്റെ പ്രതിസന്ധി അങ്ങേക്കറിയാമല്ലോ, ഈ പ്രശ്നത്തിന് എനിക്കൊരു പരിഹാരം വേണം. ഈ കാരാഗ്രഹ പ്രമാണി ചോദിച്ചതുപോലെ, രക്ഷ പ്രാപിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞതുപോലെ, എന്റെ കർത്താവെ, ഈ പ്രതിസന്ധിയിൽ നിന്നും ഞാൻ കര കയറണമെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളൊരു ചോദ്യം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ചോദിക്കാൻ പറ്റണം. അപ്പോൾ കൃത്യമായൊരു മറുപടി പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുക തന്നെ ചെയ്യും. മറ്റൊരു പാഠം നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മുടെ വീട്ടിലുള്ള ഏറ്റവും വലിയ പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള അടിയും ഇടിയും കോൺഫ്ലിക്ട്സും ഒക്കെയാണ്. കാരാഗ്രഹ പ്രമാണി അദ്ദേഹം ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ആ കുടുംബം മുഴുവൻ മാറുകയാണ്. അപ്പം നമ്മൾ നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ വചനത്തെ ഇറക്കിക്കൊണ്ടുവരാൻ സാധിക്കണം. ഈ അപ്പോസ്തല പ്രവർത്തികളിൽ ഈ പറയുന്ന ഈ സാഹചര്യത്തിൽ യഥാർത്ഥത്തിൽ നമ്മൾ തന്നെയാണ്, നമ്മളോടാണ് ഈ കഥ പറയുന്നതെന്ന് ഓരോരുത്തരും ഹൃദയത്തിൽ പറയുക. മാറുക. സ്നേഹമെന്ന ഭാവം നമ്മളിലേക്ക് വരുത്തുക. സ്നേഹമെന്ന ഭാവം വരണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് വരണം. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തമായൊരു സാന്നിധ്യം നമ്മളിലേക്ക് വരണമെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മളിലേക്ക് ഇറങ്ങി വരണം. കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കുന്ന, നിങ്ങളുടെ വീടടക്കം ആനന്ദിക്കുന്ന
ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് നിങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്.